കരുതുന്നത് താങ്കൾ അത് ഒരു അതിര് കടന്ന പരാമർശമായി പോയി എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അതിനോട് യോജിക്കുമോ? അപ്പൊ ഉദാഹരണത്തിന് ഈ കിതാബ് വായിച്ചിട്ടുള്ള ഒരാൾക്ക് പറയാവുന്ന രീതി, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായ ഒരാൾക്ക് ഖാസിയാകാൻ എങ്ങനെ കഴിയും? ഖാസിയുടെ മുന്നിലേക്ക് ഒരു പ്രശ്നമായി വരുമ്പോൾ അതിന് പരിഹാരം കണ്ടെത്താനും പറഞ്ഞു കൊടുക്കാനും അദ്ദേഹത്തിന് കഴിയണം. അതിന് വേണ്ട യോഗ്യത ഉണ്ടോ എന്ന ചോദ്യമാണ്. അത് വളരെ പ്രകോപനപരമല്ല. എന്നെ നിയോഗിച്ചിട്ടുള്ള ആളുകളാണ് അത് തീരുമാനിക്കേണ്ടത്. എൻ്റെ ജ്യേഷ്ഠന്മാർ അവർ വിട പറഞ്ഞതിന് ശേഷം അവർ കൈകാര്യം ചെയ്തിരുന്ന മേഖലകൾ, അതിൽ ഖാദി സ്ഥാനം ഉണ്ടായിരുന്നു, പാർട്ടിയുടെ സ്ഥാനം ഉണ്ടായിരുന്നു, ഒരുപാട് സ്ഥാപനങ്ങളുടെ സ്ഥാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ വിവരമില്ലാത്തവരല്ലല്ലോ. വിവരവും വിവേകവും പക്വതയുമുള്ള ആളുകളാണ് സമുദായ നേതൃത്വം. അതിൽ മഹല്ലുകളുടെ നേതൃത്വം ഉണ്ടാവും, പള്ളിയുടെ നേതൃത്വത്തിലുള്ള ആളുകളുണ്ടാവും, മദ്രസകൾ, മറ്റ് മതസ്ഥാപനങ്ങൾ. ഇതൊക്കെ പക്വതയും പാകതയും വിവരമുള്ള ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന മേഖലയാണ്. അപ്പോൾ അവർക്ക് അറിയാമല്ലോ ആരെയാണ് ഇത് ഏൽപ്പിക്കേണ്ടതെന്ന്. അപ്പോൾ അവരുടെ ആ പക്വത അനുസരിച്ച് അവരേൽപ്പിച്ചു. അപ്പോൾ എനിക്ക് അതിന് യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. യോഗ്യതകൾ എത്ര ആളുകളുടെയുണ്ട്, ഒരു പഞ്ഞവുമില്ലല്ലോ. പക്ഷേ അത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്.